ദൈവമാകും എന്നും താനീനെ നടത്തും കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം The ministry so much last night on the Lord's coming. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ചുള്ള കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ എനിക്ക് വളരെ അനുഗ്രഹമായി തോന്നി. And it gave me a great desire to continue on the same theme. ആ വിഷയം തന്നെ ask a question. ഓരോ വാക്കുകളും ഓരോ പ്രയോഗങ്ങളും വളരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And it's not a question I'm asking you. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. But I'll ask myself. ഞാൻ എന്നോട് തന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. And I want you to ask yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ചോദ്യം ചോദിക്കണം. And I want it to be bigger than that. അത് മാത്രമല്ല, I want it to be the voice of God asking our hearts. ആ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. One word or one phrase. ഒരു വാക്ക് അതുപോലെ തന്നെ ഒരു പ്രയോഗം. And one question for each. അതിനെ സംബന്ധിച്ച് ഓരോ ചോദ്യങ്ങളും. 7 all together. 7 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. And the first word is I. ഒന്നാമത്തേത് ഞാൻ എന്നുള്ള വാക്യമാണ്. വാക്കാണ്. The next word is now. അടുത്തത് ഇപ്പോൾ എന്നുള്ളതാണ്. The third word is live. മൂന്നാമത്തേത് ജീവിക്കുക എന്നുള്ളതാണ്. The next phrase is by faith. വിശ്വാസത്താൽ എന്നുള്ളതാണ് അടുത്ത വാക്ക്. The next phrase is in Christ. ക്രിസ്തുവിൽ എന്നുള്ളതാണ് അടുത്ത വാക്ക്. The next one is for him. അവനു വേണ്ടി എന്നുള്ളതാണ് അടുത്തത്. And the last one is he gave himself for me. ഒടുവിലായിട്ട് അവൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. Verse by verse, phrase by phrase, word by word, question by question. ഓരോ വാക്കുകൾ, ഓരോ പ്രയോഗങ്ങൾ, ഓരോ ചോദ്യങ്ങൾ. And the very first one is I. ഒന്നാമത്തേത് ഞാൻ. It's personal. അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. Our brother said he had a personal announcement. ഒരു വ്യക്തിപരമായ അനൗൺസ്മെന്റ് ചെയ്യാനുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു. And this is a personal word. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള വാക്കാണ്. It's I. ഞാൻ. And the question I have. ഇതാണ് എൻ്റെ ചോദ്യം. If not me, then who? ഞാൻ അല്ലെങ്കിൽ പിന്നെ ആര്? When the Apostle Paul wrote this verse, he said, I have been crucified with Christ. അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. And it is no longer I who live, but Christ lives in me. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. But then he brings it back to himself and says, and the life which I now live. എന്നാൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതോ? So the question is, if not me, then who? ചോദ്യം ഇതാണ്, ഞാൻ അല്ലെങ്കിൽ പിന്നെ ആര്? Now we look at the Apostle Paul first. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. He could answer that question. അവന് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും. He knew that he had a personal calling from God. ദൈവത്തിൽ നിന്ന് വ്യക്തിപരമായ ഒരു വിളി അവനുണ്ടായിരുന്നു എന്ന് അവൻ അറിയാം. It was personal to his heart. അവന്റെ ഹൃദയത്തിന് ഏറ്റവും വ്യക്തിപരമായ ഒരു ചോദ്യം, വിളി. How did he see himself personally? വ്യക്തിപരമായി തന്നെ അവൻ എങ്ങനെയാണ് കണ്ടത്? How do you see yourself? നിങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? How do I see myself? ഞാൻ എന്നെ തന്നെ എങ്ങനെ കാണുന്നു? Paul had a good, clear picture of himself. പൗലോസിന് തന്നെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നു. Compared with all the saints, this is what Paul said. മറ്റെല്ലാ വിശുദ്ധന്മാരെയും സംബന്ധിച്ച് അറിവുണ്ടായിരുന്ന പൗലോസ് അവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. About somebody